ഹലോ അസ്സലാമലൈക്കും നമസ്കാരം വെൽക്കം ടു അവർ ചാനൽ. ഇത് നമ്മൾക്കൊരു സ്പെഷ്യൽ സ്വീറ്റ് ചീസ് സാൻഡ്വിച്ച് ഉണ്ടാക്കിയാലോ. വീഡിയോയിലൊക്കെ പോകുന്നതിന് മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. പിന്നെ അതിൻ്റെ അടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് കുറച്ച് ബ്രെഡ് സ്ലൈസ് വേണം, പിന്നെ ബട്ടർ വേണം, ചീസിൻ്റെ സ്ലൈസ് വേണം, ഒരു ഡാർക്ക് ഫാൻറ്റസിയുടെ കുക്കി, പിന്നെ കുറച്ച് മിൽക്ക് മെയ്ഡ്, ആവശ്യത്തിന് വെള്ളം, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗർ. ഇത്രയും സാധനങ്ങൾ വെച്ചിട്ട് നമുക്കൊരു സ്വീറ്റ് ചീസ് സാൻഡ്വിച്ച് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിൽ നമുക്ക് 2 ടേബിൾ സ്പൂൺ ഷുഗറും ഒരു 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് ഷുഗർ സിറപ്പ് ആക്കാം. അപ്പോൾ ഷുഗർ സിറപ്പ് ഒരു ബൗളിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് ബട്ടറാണ്. ഇനിയിപ്പം ബട്ടർ യൂസ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നെയ്യ് വെച്ചിട്ടും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അമൂലിൻ്റെ ബട്ടറാണ്. സാൾട്ടഡ് ബട്ടറോ അൺസാൾട്ടഡ് ബട്ടറോ യൂസ് ചെയ്യാം, ഇതിലൊന്നും പ്രശ്നമില്ല. ഇനി നമുക്ക് ഈ ബട്ടർ റൂം ടെമ്പറേച്ചറിലുള്ള ബട്ടർ നമുക്കൊരു ഫ്രൈ പാനിൽ ഇട്ടിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. ഞാനിവിടെ ഏകദേശം ഒരു ചെറിയ സ്പൂണിൻ്റെ എമൗണ്ടിൽ പറയാമെന്നുണ്ടെങ്കിൽ അതിനൊരു കംപ്ലീറ്റ് ഫുൾ സ്പൂണാണ് എടുത്തത്. കാരണം 2 സ്ലൈസ് ഓഫ് ബ്രെഡ് കംപ്ലീറ്റ് ആയിട്ട് 2 സൈഡും ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ക്രിസ്പി ആക്കി എടുക്കാൻ ആവശ്യത്തിനുള്ള ബട്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ബട്ടർ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് ബ്രെഡ് സ്ലൈസ് ഇട്ട് കൊടുക്കാം. ബ്രെഡിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ട ആവശ്യമില്ല, അങ്ങനെ ഇട്ട് കൊടുക്കാം. അത് സിമ്മിൽ വെച്ചിട്ടാണ് നമ്മൾ ത്രൂ ഔട്ട് ഈ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ബ്രെഡെല്ലാം കരിഞ്ഞു പോകും. ഇനി വേണ്ടത് നമുക്ക് ചീസിൻ്റെ സ്ലൈസാണ്. ഞാനിവിടെ മിൽക്കി മിസ്റ്റിൻ്റെ ചീസ് സ്ലൈസാണ് എടുത്തിട്ടുള്ളത്. അത് ഓരോ സാഷയിലായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിനൊരു സാഷ് എടുത്തിട്ട് അതങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഒരു ബ്രെഡിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് മറ്റേ ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ കവർ ചെയ്തിട്ട് നമുക്ക് കുറച്ച് സമയം അടച്ചു വെക്കണം. ഹീറ്റിൽ കിടന്നിട്ട് ചീസ് നന്നായിട്ട് മെൽറ്റായിട്ട് 2 ബ്രെഡിലും നല്ല മെൽറ്റായിട്ട് ചീസ് വരണം. അതിനാണ് നമ്മൾ കുറച്ച് സമയം അടച്ചു വെക്കുന്നത്. അത് കഴിഞ്ഞാൽ നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ആ ചൂടിൽ തന്നെ നമ്മൾ ബ്രെഡിൽ ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുക്കണം. ഒരു സ്റ്റിക്കോ അല്ലെങ്കിൽ ടൂത്ത് പിക്കൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുത്തി കൊടുത്താൽ മതി. അപ്പം ചെറിയ ചെറിയ ഹോളാവും. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഷുഗർ സിറപ്പ് ഒഴിക്കുമ്പോൾ അത് വേഗം അതിൽ അബ്സോർബ് ആവാൻ വേണ്ടിയിട്ടാണ്. എന്നാലേ അത് നന്നായിട്ട് സോക്ക് ചെയ്ത് കിട്ടുള്ളൂ. അപ്പോൾ നല്ല സ്വീറ്റും സോഫ്റ്റും ആയിരിക്കും. ഇനി നമുക്കിതിൻ്റെ മുകളിലിടാൻ വേണ്ടിയിട്ട് ഒരു കുക്കി എടുത്തിട്ട് അത് നന്നായിട്ട് കൈകൊണ്ട് ക്രഷ് ചെയ്തെടുക്കാം. അങ്ങനെ പൊടിച്ച കുക്കി നമ്മൾ ഇതിൻ്റെ മുകളിലിടാം. ഞാനിവിടെ ഡാർക്ക് ഫാൻറ്റസിയുടെ കുക്കിയാണ് എടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓറിയോ എടുക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുക്കീസ് ഉണ്ടെങ്കിൽ അതെടുക്കാം. ഇനി അതല്ല നിങ്ങൾക്ക് ചോക്ലേറ്റ് അതെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അതൊക്കെ നമ്മളെ ഇഷ്ടം പോലെ നമ്മൾ ചോയ്സ് അനുസരിച്ചിട്ട് മാറ്റാം. ഇനി അത് നമുക്ക് ജസ്റ്റ് ഇതിൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കുക്കി തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് ഇഷ്ടപ്പെട്ട നട്ട്സോ ഇപ്പം കാഷ്യൂനട്ട്, പിസ്താഷ്യൂ, ബദാം ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ഇതിങ്ങനെ ഓരോ ബൈറ്റ്സിലും നമുക്കിങ്ങനെ അതിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ചോക്ലേറ്റിൻ്റെ കുക്കി എടുത്തത്. ഇനി അതല്ല ചോക്ലേറ്റിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് വേറെ എന്തെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള സാധനം വെച്ചിട്ട് ഇതിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാം. എനിക്ക് ഡാർക്ക് ഫാൻറ്റസി ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് തന്നെ ഞാൻ നിറയെ ഡാർക്ക് ഫാൻറ്റസി ക്രഷ് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാ സൈഡിലും നിറച്ചിട്ട് കൊടുക്കാം. എനിക്ക് മോൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഫ്ലേവർ. ഡാർക്ക് ചോക്ലേറ്റ് ലവേഴ്സാണ് ഞങ്ങൾ. അപ്പം നിറയെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. നമുക്ക് സ്വീറ്റ് കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഇതെന്തായാലും ഇഷ്ടപ്പെടും. അത്രയും യമ്മി ആയിട്ടുള്ള സ്വീറ്റ് ആയിട്ടുള്ളൊരു ഡെസേർട്ടാണ്. ഇനി കണ്ടൻസ് മിൽക്ക് ചേർക്കാതെ എന്ത് ഡെസേർട്ടില്ല. അപ്പം നമുക്ക് ആവശ്യത്തിന് അതിൻ്റെ മുകളിൽ കണ്ടൻസ് മിൽക്ക് ചേർക്കാം. ഞാനിപ്പോൾ ഒരു സ്പൂണിൽ കണ്ടൻസ് മിൽക്ക് എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ. അതെല്ലായിടത്തും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഓരോ ബൈറ്റിൽ നമുക്ക് ആ ഒരു മിൽക്കി ടേസ്റ്റ് കൂടി കിട്ടും. ഇനി കണ്ടൻസ് മിൽക്ക് അത്ര ഇഷ്ടമുള്ളവർക്ക് ആ ഷുഗർ സിറപ്പിൻ്റെ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്തിട്ട് അതിന് പകരം അതിൽ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടൻസ് മിൽക്ക് യൂസ് ചെയ്യാം. അതൊന്ന് ലൈറ്റ് ആക്കിയിട്ട് കുറച്ച് മിൽക്ക് കൂടി മിക്സ് ചെയ്തിട്ട് അത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ ഇപ്പോൾ നമ്മുടെ ട്രീലച്ചസ് കേക്കിൻ്റെ ആ ഒരു മെത്തേഡിൽ നമുക്കത് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടൻസ് മിൽക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്വീറ്റ് ചീസ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്തിട്ട്
ഓരോ പോർഷനായിട്ട് അങ്ങനെ കഴിക്കാം. ഇത് ഡെസേർട്ടായിട്ട് സെറ്റ് ചെയ്യാം, അതുപോലെ സ്നാക്കായിട്ട് കൊടുക്കാൻ പറ്റും. ഡെസേർട്ടാക്കി നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ച് തണുപ്പിക്കുമ്പം ഇതൊരു കേക്ക് പുഡിങ്ങിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റാണ് വരുന്നത്. അതെല്ലാം നമുക്കൊരു ഈവനിങ് സ്നാക്കായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും. എന്നും ബ്രെഡൊക്കെ കൊടുക്കുന്നതാണെങ്കിൽ അതിനൊരു വെറൈറ്റി ആയിട്ട് ചീസും ചോക്ലേറ്റൊക്കെ മിക്സ് ചെയ്യുമ്പോൾ ഒരു യമ്മി ഫീലായിരിക്കും. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഓക്കെ, ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്.